എല്ലാ സ്നേഹനിധികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇതൊരു ഫുഡ് വ്ളോഗ് വീഡിയോ ആണ്. കൂടുതലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റാവുന്നവർ അർഹതപ്പെട്ടവരിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കും. വളരെ കാലത്തിന് ശേഷം ദുബൈയിലേക്ക് ഒരു ഡ്രൈവ് പോവുകയാണ്. ഫുഡ് വ്ളോഗ് വീഡിയോ ആണ് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ജോബിൻ്റെ സാധ്യതയും ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പറഞ്ഞു. അത് ട്രാവൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്തരം മേഖലകളിൽ എക്സ്പീരിയൻസ് ആയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവർ 2 years എക്സ്പീരിയൻസ് UAE ആണ് കൺസിഡർ ചെയ്യുന്നത്. വിസ ടൈപ്പിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിചയമുള്ള ആൾക്ക് അത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അർഹതപ്പെട്ടവരിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ കൂടെ ശ്രമിക്കുക. ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ആരാണോ കാൻഡിഡേറ്റ് അവരവരുടെ CV അയച്ചു കൊടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 or 2 days അവർക്ക് തിരിച്ച് വിളി കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നതിൻ്റെ അവർ പറയുന്ന ഫിക്സ് ചെയ്യുന്ന സാലറി ഡെഫിനറ്റ്ലി അവർ കൊടുക്കും. അതിന് അനുഭവ സാക്ഷ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. താങ്ക് യു. ഫുഡ് വ്ളോഗാണെന്ന് പറഞ്ഞു. എവിടെയാണ് എങ്ങോട്ടാണെന്ന് എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ സിറ്റിയിലെ ഐക്കിയിലാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടാർഗറ്റ്. അപ്പം അങ്ങോട്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഇങ്ങോട്ട് വരുന്നത് തുലവും കുറവാണ്. ഒന്നാമത് അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല റേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ പിന്നെ അവർക്ക് മൊബിലിറ്റിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്സസിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഹൈഡ് ഔട്ടാണ്. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും തീർച്ചയായിട്ടും ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്ന അത് ആവശ്യമായതെല്ലാം ഉണ്ട്. നമ്മളിപ്പം ഒരു കോണ്ടിനെൻ്റൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക്ഫാസ്റ്റിന് പോയി കഴിഞ്ഞാൽ 45 ദിർഹംസൊക്കെ കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു 10 അല്ലെങ്കിൽ 12 ദിർഹംസ് മുതൽ കഴിച്ചു തുടങ്ങാവുന്നതാണ്. നമ്മുടെ സാധാരണ ആഹാരങ്ങളിൽ നിന്നും മാറി ഒരു 10-12 രൂപയ്ക്ക് വർഷത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു ഫുഡുകളിൽ ഒരെണ്ണമാണ്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടും. വേറെ തരത്തിലുള്ള സ്പൈസിയോ അതുപോലുള്ള സാധനങ്ങളൊന്നുമല്ല. ഈ റെസ്റ്റോറൻറ്റ് ഐക്യ പർച്ചേസേഴ്സിന് വേണ്ടിയാണ് അവരിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എല്ലാ ഐക്യയുടെ മോളുകളിലും അല്ലെങ്കിൽ ഐക്യമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഇടങ്ങളിലും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നതാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സാധനങ്ങൾ ഐക്യയിൽ മാത്രം കിട്ടിയേക്കാവുന്ന ചില യൂണീക്ക് പ്രോഡക്റ്റ്സ് ഉണ്ട്. അതൊരു പക്ഷേ നമുക്ക് മറ്റുള്ള മാർക്കറ്റുകളിൽ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കി വരുന്നവർക്കും കൂട്ടത്തിലെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റുള്ള സൂപ്പർ മാർക്കറ്റ് അല്ലാതെ തന്നെ ഉണ്ട് താനും. ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫെസ്റ്റിവൽ. അതൊരു ഉത്സവമായിരിക്കും. വന്ന് എക്സ്പീരിയൻസ് ആയാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊഫൈലിലോട്ട് പോകാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറയുന്നതൊക്കെ മാത്രമേ ചാർജ് ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം വന്ന് എക്സ്പീരിയൻസ് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. എനിവേ നമുക്ക് നേരെ അവരുടെ കൗണ്ടറിലോട്ട് പോവാം. താങ്ക് യു. Sorry? Cappuccino, Americano, latte. Cappuccino. Red cat, cinnamon bread. This one.
ഈ വീഡിയോ അർഹതപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്, മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.